തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ ഇഷ്ട നായികയായ നടി സ്നേഹ മലയാള സിനിമയിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത്. സിനിമാ താരങ്ങളായ സ്നേഹയും പ്രസന്നയും 2012-ലായിരുന്നു വിവാഹിതരാകുന്നത്. വിഹാൻ, അധ്യാത എന്നിങ്ങനെയാണ് ഇരുവരുടെയും മക്കളുടെ പേരുകൾ. മക്കൾക്ക് 9ഉം 4ഉം വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നതുകൊണ്ട് തന്നെ സിനിമകൾ സ്നേഹ തിരഞ്ഞെടുക്കുന്നത് പോലും വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെയാണ്. മക്കളെ വിട്ടുപിരിഞ്ഞ് നിൽക്കാനുള്ള മടി കൊണ്ട് നല്ല അവസരങ്ങൾ പലതും സ്നേഹ വേണ്ടെന്ന് വെച്ചിട്ടുള്ളതായി ഭർത്താവ് പ്രസന്ന തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മക്കളും കുടുംബവുമാണ് സ്നേഹയുടെ ഫസ്റ്റ് പ്രയോറിറ്റി. തന്റെ പ്രയോറിറ്റി ആദ്യം വർക്കിനാണ്. അടുത്തിടെ തെലുങ്കിലെ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമയിൽ ജോഡിയായി അഭിനയിക്കാൻ സ്നേഹയ്ക്ക് അവസരം വന്നിരുന്നു. പ്രശസ്തനായ ഒരു സംവിധായകന്റെ പ്രോജക്റ്റാണ്. സിനിമയുടെ ഷൂട്ടിംഗ് 60 ദിവസം ആന്ധ്രയിലുള്ള ഒരു ഉൾഗ്രാമത്തിലായിരുന്നു. നല്ല പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ സ്നേഹ അത് വേണ്ടെന്ന് വെച്ചുവെന്നും 60 ദിവസം മക്കളെ വിട്ട് മാറി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് സ്നേഹ ആ അവസരം വേണ്ടെന്ന് വെച്ചതെന്നും താനായിരുന്നു സ്നേഹയുടെ സ്ഥാനത്തെങ്കിൽ ജോലിയാണ് പ്രധാനമെന്ന് പറഞ്ഞ് ഉറപ്പായും ആ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നയാളാണ് സ്നേഹയെന്നുമാണ് ഭർത്താവ് പ്രസന്ന പറഞ്ഞത്. മാത്രമല്ല, ചെന്നൈയിലുള്ളപ്പോൾ ഞായറാഴ്ചകളിൽ ഷൂട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സംവിധായകരോട് താൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ടെന്നും ഒരു ദിവസം മക്കൾക്കൊപ്പം ചെലവഴിക്കാമല്ലോ എന്ന ചിന്തയാണ് മകനും മകളും ചെറിയ കുട്ടികളായതിനാൽ അവർക്ക് ഇപ്പോഴാണ് തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം. കുറച്ചുകൂടി വലുതായാൽ അവർക്ക് സുഹൃത്തുക്കളൊക്കെ വരുമെന്നും അപ്പോൾ പിന്നെ നമ്മളുടെ സാന്നിധ്യം അവരെ അധികം ബാധിക്കാറില്ലെന്നും മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് പിന്നിലെ കാരണമായി സ്നേഹ പറയുന്നു. അതേ അഭിമുഖത്തിൽ മക്കളുമായി പ്രസന്നയ്ക്കുള്ള അടുപ്പത്തിന്റെ ആഴത്തെക്കുറിച്ച് സ്നേഹ സംസാരിച്ചിരുന്നു. പ്രസന്നയുടെ പെറ്റാണ് മകൾ എന്നാണ് സ്നേഹ പറയുന്നത്. താൻ പറഞ്ഞാൽ പോലും കേൾക്കാത്ത കാര്യങ്ങൾ മകൾ പറഞ്ഞാൽ പ്രസന്ന ചെയ്യുമെന്നും മകൾ എന്ത് ചെയ്താലും പ്രസന്നയ്ക്ക് ഓക്കെയാണെന്നും എന്നാൽ അതേ കാര്യം മകൻ വിഹാൻ ചെയ്താൽ പ്രസന്ന സമ്മതിക്കില്ലെന്നാണ് സ്നേഹ പറഞ്ഞത്. സ്നേഹയ്ക്ക് പോലും അവളുടെ അച്ഛനോടാണ് ഒരു പൊടിക്ക് സ്നേഹ കൂടുതൽ. അച്ഛൻ മകൾ കണക്ഷനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്നതിന് മകനും മകൾക്കും 2 ടാറ്റിക്സ് ആണ് താൻ ഉപയോഗിക്കുന്നതെന്നായിരുന്നു പ്രസന്നയുടെ മറുപടി. ഇരുവരുടെയും 1 വർഷം പഴക്കമുള്ള അഭിമുഖത്തിലാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതേസമയം സ്നേഹ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് വിജയ് വെങ്കട് പ്രഭു സിനിമ ഗോട്ടിലാണ്. വിജയുടെ നായിക വേഷമാണ് സ്നേഹ ചെയ്തത്. ഭൂപതി അടക്കമുള്ള സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതിനാൽ ഗോട്ട് റിലീസ് സമയത്ത് സ്നേഹ വിജയ് കോംബോ ആരാധകർ ആഘോഷമാക്കിയിരുന്നു. ദുൽഖർ സൽമാൻ സിനിമ കിക്ക് ഓഫ് കൊത്തയിലാണ് പ്രസന്ന അവസാനമായി അഭിനയിച്ചത്. സ്നേഹയെ പോലെ തന്നെ തെലുങ്കിൽ നിന്നും പ്രസന്നയെ തേടി നിരവധി അവസരങ്ങളും വരാറുണ്ട്. അതേസമയം മലയാളത്തിലൂടെയാണ് സ്നേഹ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇങ്ങനെ ഒരു നിലാപക്ഷി എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. പിന്നീട് നിരവധി മലയാള സിനിമകളിൽ സ്നേഹ അഭിനയിച്ചിട്ടുണ്ട്. ഷിക്കാർ, തുറുപ്പുകുലാൻ, പ്രമാണി, ദ ഗ്രേറ്റ് ഫാദർ തുടങ്ങി നിരവധി മലയാളം ചിത്രങ്ങളിൽ സ്നേഹ നായികയായി. അഭിനയത്തിലൂടെ മലയാളികളുടെയും പ്രിയങ്കരിയാകാൻ സ്നേഹയ്ക്ക് കഴിഞ്ഞു. 3 തവണ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അവാർഡും സ്നേഹയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളിലൂടെ താരം ആരാധകരെ വിസ്മയിപ്പിച്ചു. തമിഴിൽ മാത്രമല്ല തെലുങ്ക്, മലയാളം സിനിമകളിൽ സജീവമായിരുന്നു താരം. അച്ചമുണ്ട് അച്ചമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് സ്നേഹയും ഭർത്താവും നടനുമായ പ്രസന്നയുമായി സൗഹൃദത്തിലാകുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. 2 മക്കൾക്കൊപ്പം സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുമ്പോഴും ഇരുവരും അഭിനയ ജീവിതവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും സ്നേഹ നായിക വേഷങ്ങൾ ചെയ്യാറുണ്ട്. പ്രസന്ന സഹനടൻ, വില്ലൻ റോളുകളിലാണ് കൂടുതൽ തിളങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.